You're listening to Star Jam on Club FM 94.3. മലയാളി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ഹീറോയാണ് ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ. റൊമാൻറ്റിക് ഹീറോ ആയിട്ട് തിളങ്ങിയ ആള്, ഇപ്പോ ആക്ഷൻ ഹീറോ ആയി തിളങ്ങുന്നയാൾ. ആൻഡ് ഹി ഈസ് നൺ അതർ ദാൻ നിവിൻ പോളി. കൂടെയുള്ള എന്റെ പേര് ഇടയ്ക്കെടുത്ത് പറയണമല്ലോ, രേണു. വാലന്റൈൻസ് മന്താണ്. റൊമാൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് വരുന്ന മുഖങ്ങൾ പലതായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിവിന്റെ മുഖവും നിവിന്റെ ചിരിയുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, റിയൽ ലൈഫിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരാളാണ് നിവിൻ. ഫസ്റ്റ് പ്രപ്പോസൽ ഞാനങ്ങനെ പ്രപ്പോസൽ ചെയ്തിട്ടില്ല, റിനെയിം ചെയ്തിട്ടില്ല, ഞാനും അങ്ങോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ദെൻ അങ്ങനെ അത് ആ ഒരു റിലേഷൻ മെച്യൂർ അങ്ങനെ പരസ്പരം മനസ്സിലാക്കിയാണ്ട് പോകുമായിരുന്നു. ഞാൻ ഫസ്റ്റ് എന്നാ ചോദിച്ചത്, റിന്ന തന്നെയായിരുന്നു. അത് പ്രപ്പോസലൊന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഗിഫ്റ്റൊക്കെ എന്തായിരുന്നോ, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയിലെ കുട്ടി. അപ്പോൾ പിന്നെ 19 വയസ്സായല്ലോ, അപ്പൊ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് ചുരുക്കം. എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്, അന്നത്തെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. എന്തത് എത്ര മോശം. അതല്ല, നമ്മളൊരു കോളേജിലായിരുന്നല്ലോ, അപ്പൊ ലെറ്റർ എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് സംസാരിച്ചോ ഹലോ ഹായ് ഹൗ ആർ യു. ഫസ്റ്റ് കിസ് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പബ്ലിക്കായിട്ട്. അപ്പൊ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് എന്തായാലും പുള്ളി പറഞ്ഞിട്ടില്ല. സേ സംതിങ് അബൌട്ട് വാലന്റൈൻസ് ഡേ. ഫോർ ഓൾ വാലന്റൈൻസ് ഡേ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആയിട്ട് ഒരുപാട് പേര് കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്താണ്, കാമുകന്മാർ പരസ്പരം ഗിഫ്റ്റുകൾ കൊടുക്കുകയും പ്രണയം പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് ഇതിനെ കാണുന്നു. വളരെയധികം സന്തോഷം. ഇനിയും വർഷങ്ങളിൽ ഇതേപോലത്തെയുള്ള നല്ല ഉണ്ടാവട്ടെ. അപ്പൊ ഇത്ര ആചാരങ്ങൾ ഇനിയും അനുഷ്ഠിക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദ്. മമ്മൂക്ക മരം നടാൻ പറഞ്ഞു, ലാലേട്ടൻ റോഡ് നന്നാക്കാൻ പറഞ്ഞു, ജയസൂര്യ ടോള് നിർത്താൻ പറഞ്ഞു, ശ്രീനിവാസൻ കൃഷി ചെയ്യാൻ പറഞ്ഞു. നിവിൻ പോളിക്കും പറയാം, നമ്മുടെ നാട്ടിൽ വരേണ്ട ഒരു കാര്യം, നിർത്തേണ്ട ഒരു കാര്യം. വരേണ്ടത് നല്ലൊരു സിസ്റ്റം വരണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ടുള്ള ഒരു പരിപാടികളൊന്നുമില്ല. എല്ലാം നടക്കുന്നുണ്ട്, എല്ലാം അതിൻ്റെ രീതിയിൽ നടന്നോളൂ. അതിനൊരു സിസ്റ്റം വേണമെന്നൊന്നുമില്ല. വ്യക്തികൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഒരു റൂൾസിനും അതിനൊന്നുമല്ല. എന്ത് റൂൾസ് ഉണ്ടെങ്കിലും ഒരു വ്യക്തി തീരുമാനിച്ചാൽ എന്ത് ഇവിടെ നടക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ എല്ലാം നടന്നിരുന്നാൽ നന്നായിരുന്നു തോന്നി. മാറേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും മോശം റോഡുകളാണ്. അതിന് പല കാരണങ്ങൾ പല ആൾക്കാരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നല്ല റോഡുകൾ ടാർ ചെയ്തിട്ട് ഇതേവരെ പൊളിയാത്ത പല റോഡുകളും നമ്മുടെ കേരളത്തിലുണ്ട്. ക്വാളിറ്റിയുള്ള ഗ്രേഡുള്ള ടാർ വെച്ച് നമുക്ക് ടാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതവിടെ നിൽക്കും. അപ്പം അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ലാലേട്ടൻ ഒരിക്കൽ ഒരു ബ്ലോഗിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന ജോലികൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ എന്നെ ഈ നാട് നന്നായിരുന്നേനെ. അതായത് എല്ലാവരും അവരവരുടെ ജോലികൾ കൃത്യമായി സിൻസിയറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി ഈ നാടിന്. അപ്പോൾ റോഡ് ടാർ ചെയ്യുന്നത് മുതൽ നമ്മുടെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മുതൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മുതൽ ഇവിടുത്തെ സിസ്റ്റം മുതൽ എല്ലാം ചെയ്യുന്നവരെല്ലാവരും സിൻസിയറായിട്ട് ചെയ്താൽ അതിൽ വലുതും വേറൊന്നും വേണ്ട എന്നുള്ളതാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ആക്ഷൻ ഹീറോ ബിജു ചെയ്തു, ഒരുപാട് പോലീസുകാരുടെ ലൈഫ് കണ്ടു. ഇപ്പം നിവിൻ തന്നെ പറഞ്ഞ പോലെ പല സ്ഥലത്ത് ചെന്നിട്ട് ഇവരെല്ലാം വാച്ച് ചെയ്യാൻ പറ്റി. അവരുടെ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് നിവിന് തോന്നിയത് എന്താ? പോലീസ് ഫോഴ്സാണ്, അവർക്ക് അവരുടേതായ സ്ട്രെങ്ത് ഉണ്ട്. അവരങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര എന്താണ് പറയുക സുഖമായിട്ടൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. നമ്മൾ വൈകുന്നേരം പുറത്തിറങ്ങി നടക്കുന്നതും രാത്രി ട്രാവൽ ചെയ്യുന്നതും എല്ലാം നമുക്ക് ഉള്ളിൽ എവിടെ ഒരു തോന്നലുണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ പല തെറ്റിദ്ധാരണകളുണ്ട് പോലീസിനെ കുറിച്ച്. പക്ഷേ റിയൽ ലൈഫിൽ എന്താണ് പറയുക, അവരൊരു വളരെയധികം പെയിൻ എടുത്തും ഒരുപാട് സമയം ജനങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അപ്പോൾ നമ്മളവരെ വളരെ റെസ്പെക്റ്റോടുകൂടി കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആൻഡ് ഐ തിങ്ക് ആ ഒരു സിനിമയിൽ അത് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ശേഷം കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട് ഒരുപാട്. പോലീസുകാരെ കാണുമ്പോൾ നമുക്കൊരു റെസ്പെക്ട് തോന്നാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും. ഞാൻ 5 പേരെ കുറിച്ച് നിവിൻ്റെ അടുത്ത് ചോദിക്കും. അവരുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള ഒരു അനുഭവം എൻ്റെ അടുത്ത് പറയണം. ഓക്കെ. ആദ്യം വിനീത് ശ്രീനിവാസൻ. വിനീതിനെ ഞാൻ ആദ്യം കാണുന്നത് മലർവാടിയുടെ ഓഡിഷന് വേണ്ടിയിട്ടാണ്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ നല്ലതിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് വിനീത്. എപ്പോഴും എന്നെ അഡ്വൈസ് ചെയ്യും. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഞങ്ങൾ ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ഡബ്ബിങ്ങിലായിരുന്നു. അപ്പോൾ ഡബ്ബിങ് ചെയ്യുന്ന സമയത്ത് പോലും കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ക്ലിയർ ആക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നോട് 2 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും പലതും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ എന്നെ ചീത്ത വിളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എപ്പോഴും എന്നെ ഗൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ മോളിൽ ഒരു ബ്രദർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് വിനീത്. അജു എന്താണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ഞങ്ങൾ 10th വരെ ഒരുമിച്ചായിരുന്നു. ഡിഫറെൻറ്റ് ക്ലാസ്സിലാണെങ്കിലും ഞങ്ങൾ ഒരു സ്കൂളിലായിരുന്നു പഠിച്ചത്. ഫുൾ ഫൺ ആയിട്ടുള്ള ആളാണ്. ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആളാണ്. എന്നും കൂടെയുള്ള ഒരാളാണ്. അൽഫോൺസ് പുത്രൻ. അൽഫോൺസ് ഞങ്ങൾ ഇതുപോലെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ്.
ഭയങ്കര ക്രിയേറ്റീവ്, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹമാണ് സിനിമയിലേക്ക് വരാനുള്ള എനിക്കൊരു മോട്ടിവേഷനൊക്കെ തന്നുകൊണ്ടിരുന്നത്. ഈ അദ്ദേഹം എന്നൊക്കെ വിളിച്ച് ബഹുമാനത്തോടെയാണ് അൽഫോൻസിനോട് സംസാരിക്കാറ്. ഞാൻ അദ്ദേഹം എന്ന് വിളിച്ചല്ലേ, അവൻ ആയിരുന്നു എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സിനിമയിൽ വരാനായിട്ട്. ഞങ്ങളുടെ ഗ്യാങ്ങിനെ കംപ്ലീറ്റ് മോട്ടിവേറ്റ് ചെയ്യുന്ന അൽഫോൻസ് ആണ്. അങ്ങനെ അവിടെ കൂടെ ഉണ്ട് ഒരാൾ, അങ്ങനെ ഒരാൾ ഉണ്ട്, ദുൽഖർ സൽമാൻ. ദുൽഖർ എന്താണ് പറയുക, ഞങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്ന ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിലാണ്. ഞങ്ങൾ പെട്ടെന്ന് പരസ്പരം സിങ്ക് ആയ 2 പേരാണ്. ഞങ്ങളൊരു ഒരുപാട് നാൾ ഷൂട്ടുണ്ടായിരുന്നു, ഒരു 70-75 ദിവസത്തോളം അതിന്റെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് ഷൂട്ട് ചെയ്ത സാധനമാണ്. നമ്മളിപ്പോഴും ആ ഒരു കണക്ഷൻ ഉണ്ട് ഞങ്ങൾ തമ്മിൽ. ബാംഗ്ലൂർ ഡേയ്സ് മറക്കത്തില്ല. ബിക്കോസ് എനിക്കറിയാവുന്ന ഒരുപാട് IT പ്രൊഫഷണൽസ് പറയുന്നു നിവിൻ അതിൽ കണ്ണ് തിരുമിയിട്ടു കസേരയിൽ ഇരുന്ന ഞങ്ങൾ ഒരു കാലത്ത് മറക്കത്തില്ല. അതാണ് സ്വന്തം അനുഭവമാണല്ലോ അല്ലേ? അതെ, നമുക്ക് പിന്നെ അതിനകത്ത് വലിയ ഒബ്സർവേഷൻ വേണ്ടി വന്നില്ല. മമ്മൂക്ക, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ മമ്മൂട്ടി ഫാൻസിന്റെ ഇതിൽ പ്രവർത്തിച്ചിട്ടൊക്കെ ഉണ്ട്. മമ്മൂക്കയുടെ പടങ്ങൾ റിലീസ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, CBIയുടെ റിംഗ് ടോണൊക്കെ ഇട്ട് കോളേജിന്റെ വരാന്തയിലൊക്കെ ഞങ്ങൾ നടക്കുമായിരുന്നു, ബാക്കിൽ കൈയൊക്കെ കെട്ടി. അപ്പോൾ ഞാൻ ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ആരാധകനാണ്. പിന്നീട് അത് ഒരിക്കലും എങ്കിലും കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തി നമ്മളിപ്പം കാണുന്നു, സംസാരിക്കുന്നു, അഡ്വൈസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞത് എനിക്ക് പേഴ്സണലി അത് വലിയ സംഭവം. എറണാകുളം ജില്ലാ കളക്ടർ രാജമാണിക്യം ആക്ഷൻ ഹീറോ ബിജുവിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഉഗ്രൻ ഒരു സിനിമയാന്ന് പറഞ്ഞു. ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഹീറോ പോലീസിങ്ങിനെ മാറ്റി ഒരു റിയൽ ലൈഫ് പോലീസുകാരനെ അവതരിപ്പിച്ചു. പോലീസിന്റെ ഒരുപാട് കാര്യങ്ങളും സത്യസന്ധമായ രീതിയിൽ നിവിൻ അതിൽ പോർട്രേ ചെയ്തു, സിനിമയിൽ കാണിച്ചു എന്നാണ് പറയുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾക്കും പ്രത്യേകതയുണ്ടായിരുന്നു. നേരത്തെ നിവിൻ തന്നെ പറഞ്ഞ പോലെ നമ്മൾ കാണാത്ത കഥാപാത്രങ്ങളായിരുന്നു ഒരുപാട് പേരും. ഇത്രയും പേരെ നിങ്ങൾ എവിടുന്ന് തപ്പിയെടുത്തോണ്ട് വന്നു? ഇവരെല്ലാവരും പല പല സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ കേസസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴും നമുക്കൊരു പുതുമുഖം വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ന്യൂ ഫേസസിനെ കൊണ്ടുവരികയും അവരെ അഭിനയം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ അവരോട് സമയം എടുക്കും. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു ഗുണം എന്ന് വെച്ചാൽ അവർ വർഷങ്ങളായിട്ട് പോകുന്ന, അവർക്ക് സിനിമ എന്താണെന്നും ക്യാമറ എന്താണെന്നും എല്ലാം അറിയാം. അപ്പം അങ്ങനെയുള്ളവരെ വിളിച്ച് അതിൻ്റെ അകത്ത് ക്യാരക്ടർ ഫേസുള്ളവരെ പിക്ക് ചെയ്ത് അവർ ഓഡിഷൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്നാണ് പിക്ക് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ അതിൽ അഭിനയിച്ച ബേബി, മേരി, സുരേഷ് ഏട്ടൻ എല്ലാവരും നമുക്ക് അങ്ങനെ കിട്ടിയ എന്താണ് പറയുക നമ്മുടെ മുത്തുകളാണ്. എബ്രിഡ് ഷൈൻ വിളിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർ എനിക്ക് തരണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിയാണോ? അങ്ങനെയാണ് പിക്ക് ചെയ്തത്. കാരണം ഇവർക്ക് പിന്നെ ക്യാമറ കാണുമ്പോഴോ ക്യാമറയുടെ മുമ്പിലോ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗ് പറയുമ്പോൾ ഇവർക്ക് പേടിയോ ടെൻഷനൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇവരുടെ മുഖത്ത് അത് കാണും. പുതിയ ആൾക്കാരാണ് ഇവർ, വർഷങ്ങളായിട്ട് ക്യാമറയും സിനിമയൊക്കെ കണ്ടു വന്നിട്ടുള്ളവരാണ്. അവരുടെ ഡയലോഗ് പറയുമ്പോൾ അവർ പുട്ട് പോലെ പറയും. അത് ആ ബേബി മേരീനൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. 2 ചേച്ചിമാരും വെറുതെ മിനിന്നാണ്, പെണ്ണുങ്ങളുടെ പേരാണ്. കഴിവ് തെളിയിച്ച ഒരു ഫേമസ് ആക്ട്രസ് വേണമെന്നില്ല ഒരു സിനിമയെ പൊലിപ്പിക്കാനായിട്ട്, ഭംഗിയാക്കാനായിട്ട്. ഡിപ്പെൻസ് അപ്പോൺ ക്യാരക്ടർ. ഇപ്പം നമ്മൾ അതിനകത്ത് സുരാജേട്ടൻ ചെയ്തൊരു വേഷമുണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് വേറൊരാളെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റില്ല. വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത്ര നന്നാവുമെന്ന് പോലും അറിഞ്ഞൂടാ. അവിടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ബ്രില്യൻറ്റ് പെർഫോമൻസ് അവിടെ ആവശ്യമാണ്. അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. സുരാജേട്ടൻ അത്രയധികം അപ്രീസിയേഷനാണ് ആ സിനിമ. എല്ലാ റിവ്യൂസിലും സുരാജനെ കുറിച്ച് പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നമ്മൾ ഷൂട്ടിംഗ് സ്ഥലത്ത് പറഞ്ഞു, സുരാജേട്ടാ ഇത് ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ, അല്ലെങ്കിൽ അങ്ങനെ റിവ്യൂ കിട്ടുന്ന സിനിമയായിരിക്കും. ഡബ് ചെയ്യാൻ പോയി, ഡബ് ചെയ്ത് ഞാൻ വിത്ത് മ്യൂസിക് സൗണ്ടൊക്കെ കേട്ടിരുന്നു. സുരാജേട്ടാ കണ്ടോ, ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും സുരാജനെ വിളിക്കും, റിവ്യൂസിൽ ഈ പേര് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ സംഭവിച്ചു. സുരാജേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം സുരാജേട്ടൻ പറഞ്ഞു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ പോലെ ഇങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല. ഇത് ഞാൻ 2 സീൻ വന്ന് അഭിനയിച്ചുള്ളൂ, അതിൻ്റെ അകത്ത് ഇത്ര അപ്രീസിയേഷൻ കിട്ടിയിരുന്നു. സീനാണ്. ക്ലബ് ഫെമിലെ സ്റ്റാർ ജാമിൽ ഇങ്ങനെ ആക്ഷൻ ഹീറോയിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം പറയില്ല, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് അതിലെ കുറച്ച് ശകലങ്ങൾ മാത്രം എടുത്ത് ഞാനും നിവിനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രം ടൺ കണക്കിന് മ്യൂസിക്.